2008 ജൂൺ 27 പുറത്തിറങ്ങിയ നോക്കിയ 7510 സൂപ്പർനോവ ഒരു സാധാരണ ഫ്ലിപ്പ് ഫോൺ അല്ല, മറിച്ച് സ്റ്റൈലും ഫാഷനും മുൻനിർത്തിയ ഒരു ലൈഫ് സ്റ്റൈൽ ഫോണായിരുന്നു. വെറും 124 ഗ്രാം മാത്രം ഭാരമുള്ള ഈ ഫോൺ ഉപഭോക്താക്കൾക്ക് അവരുടെ പേഴ്സണൽ സ്റ്റൈൽ പ്രകടിപ്പിക്കാൻ കഴിയുന്ന രീതിയിൽ നോക്കിയ അവതരിപ്പിച്ച സൂപ്പർനോവ സീരീസിന്റെ ഭാഗമായിരുന്നു. സ്വന്തം സ്റ്റൈൽ പ്രകടിപ്പിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഹാൻഡ് ബാഗ്സും മസ്റ്റ് ഹാവ് സൺഗ്ലാസസും പോലെ തന്നെ ഒരു ഫാഷൻ ആക്സസറി ആയി ഈ ഫോണിനെ നോക്കിയ വിശേഷിപ്പിച്ചിരുന്നു. പ്രത്യേകിച്ച് സ്റ്റൈൽ കോൺഷ്യസ് ആയ പുരുഷന്മാരെയും സ്ത്രീകളെയും ലക്ഷ്യമിട്ടാണ് ഇത് രൂപകൽപ്പന ചെയ്തത്. ഡിസൈനിൽ ഏറ്റവും ശ്രദ്ധേയമായ ഫീച്ചർ ആയിരുന്നു സ്പ്രിംഗ് ലോഡഡ് പുഷ് ടു ഓപ്പൺ സൈഡ് കീ. ഒരു ബട്ടൺ അമർത്തിയാൽ മെറ്റൽ ഹിംഗ് ഉപയോഗിച്ച് ഫോൺ ശക്തിയായി തുറക്കും. എന്നാൽ ശ്രദ്ധിക്കാതെ ഉപയോഗിച്ചാൽ ഫോൺ കയ്യിൽ നിന്നും തെറിച്ചു പോകാനും ഇവിടെ സാധ്യതയുണ്ട്. പേഴ്സണലൈസേഷന് വലിയ പ്രാധാന്യം നൽകിയ ഈ ഫോണിന്റെ ബ്ലൂ, റെഡ്, ഗ്രീൻ, ബ്രൗൺ നിറങ്ങളിലുള്ള എക്സ്പ്രസ് ഓൺ ഫ്രണ്ട് ആൻഡ് ബാക്ക് കവേഴ്സ് ലഭിച്ചിരുന്നു. എല്ലാം തന്നെ സോഫ്റ്റ് ടച്ച് പെയിന്റ് ഫിനിഷോട് കൂടി. അതുവഴി ഒരു ഫോണിന്റെ പല ലുക്സ് നൽകാൻ സാധിച്ചു. കൂടാതെ നോക്കിയ മാജിക്കൽ ലൈറ്റ് എഫക്ട്സ് എന്ന് വിളിച്ച ഹിഡൻ അൺടിൽ ലിറ്റ് ഡിസ്പ്ലേ ഈ ഫോണിന്റെ മറ്റൊരു പ്രത്യേകതയായിരുന്നു. സ്ക്രീൻ ഓഫ് ആണെങ്കിൽ ഒന്നും കാണില്ല, ഓൺ ചെയ്താൽ മാത്രം ലൈറ്റിംഗ് എഫക്റ്റോടെ ഡിസ്പ്ലേ തെളിയും. ഫാഷൻ മുൻനിർത്തിയ ഡിസൈൻ ആയിരുന്നെങ്കിലും 2.2 ഇഞ്ച് QVGA ഡിസ്പ്ലേ, 2 മെഗാ പിക്സൽ ക്യാമറ, FM റേഡിയോ, MP3 മ്യൂസിക് പ്ലെയർ കൂടാതെ നോക്കിയ മ്യൂസിക് സ്റ്റോറിലേക്കും നോക്കിയ മ്യൂസിക് PC ക്ലയന്റിലേക്കുമുള്ള ആക്സസ് എന്നിവ ഈ ഫോണിലുണ്ടായിരുന്നു. ലോഞ്ച് സമയത്ത് ഏകദേശം 19,000 തൊട്ട് 20,000 രൂപ വരെ വിലയുണ്ടായിരുന്ന നോക്കിയ 7510 സൂപ്പർനോവ അന്നത്തെ കാലത്ത് ഒരു പ്രീമിയം ലൈഫ് സ്റ്റൈൽ ഫീച്ചർ ഫോണായിരുന്നു. ഇന്നും നോക്കിയയുടെ ഡിസൈൻ ഡ്രിവൺ എറയുടെ ഒരു മനോഹര ഓർമ്മയായി ഈ ഫോൺ നിലനിൽക്കുന്നു.